കുറച്ച് തീപ്പെട്ടി കൂടെ എടുക്കാനുണ്ടാവോ? എന്നാൽ ഇങ്ങനെ കളറടിച്ചെടുത്തോ, ഒരു സൂത്രം കാണിച്ചു തരാം. ആ തീപ്പെട്ടി കൂടൊക്കെ കാണുമ്പോഴാണ് പണ്ട് തീപ്പെട്ടി പടമൊക്കെ കളിച്ചതൊക്കെ ഓർമ്മ വരണം. അതൊക്കെ ഒരു കാലം. അയ്യോ, വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാലിയായ തീപ്പെട്ടി കൂടെ എടുക്കുക, ബ്ലാക്ക് കോട്ടിങ് കൊടുക്കുക, വൈറ്റ് പെയിൻറ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ബോർഡറുകളും എന്നൊക്കെ ഇഷ്ടമുള്ള ചിത്രം വരച്ച് കൊടുക്കുക കേട്ടോ. ഞാനെടുത്തേക്കണത് ഒരു വാർലി പെയിൻറ്റിങ് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു പെയിൻറ്റിങ്ങും കൂടിയാണത്. കാരണം എന്ന് വെച്ചാൽ നല്ല സിമ്പിളാണ്, അധികം പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും എങ്ങനെ ചെയ്താലും അത് അടിപൊളിയാണ് കാണാനായിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിസൈനറായിട്ട് ഒരു ഷോയിൽ പങ്കെടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയൊരു തീമായിരുന്നു വാർലി പെയിൻറ്റ്. അപ്പോൾ ഞാൻ പകച്ച് നിന്നത് എന്ത് പണ്ടാരാണെന്ന് ഓർത്തെങ്കിലും സംഭവം കണ്ടപ്പോൾ ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്കിഷ്ടപ്പെട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റി ആ പെയിൻറ്റിങ്. അപ്പോൾ അന്ന് മുതൽ എനിക്കിഷ്ടമാണ് ആ വാർലി പെയിൻറ്റ്. അപ്പോൾ ഞാനിപ്പോഴും എടുത്തേക്കുന്നത് ആ പെയിൻറ്റിങ് തന്നെയാണ്. സിമ്പിളാണല്ലേ, ഏത് കുഞ്ഞു കുട്ടികൾക്കും വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ വാർലി പെയിൻറ്റ്. കാലി ബോക്സ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഇപ്പോൾ ഓരോ പെട്ടി തീരണനുസരിച്ച് നമുക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു സ്ഥലം നമുക്ക് ഇങ്ങനെ ഫുള്ളും നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ വാള്. സിമ്പിളുമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ കേട്ടോ.